ഒരു 15 സെൻറ്റ് പ്ലോട്ടിൽ ഒരു 3000 സ്ക്വയർ ഫീറ്റ് ഹോം പ്ലാൻ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ സ്പേസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പ്രോപ്പറായിട്ട് സ്പേസ് മാനേജ് ചെയ്തുകൊണ്ട് ഷാനവാസ്കർക്ക് വേണ്ടിയിട്ട് കോവോ ചെയ്തൊരു പ്രൊജക്റ്റാണിത്. ശരിക്കും ഇതൊരു 4 BHK ഹോമാണ്. വളരെ നീറ്റായിട്ട് എല്ലാം നല്ല രീതിയിൽ ഓരോ സ്പേസും കറക്റ്റ് അലൈൻ ചെയ്ത് വെച്ചിട്ടുള്ളൊരു പ്ലാൻ കൂടിയാണ്. ഈ വീടിന് ഫ്രണ്ട് ഫേസിൽ ശരിക്കും ഒരുപാട് മുറ്റം കൊടുത്തിട്ടുണ്ട്. നമ്മൾ എൻട്രി ചെയ്യുന്ന ലോബി, അതുപോലെ തന്നെ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഒരു കോർട്ട്യാർഡ്, അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു കാർ പോർച്ച്. ഇതാണ് ശരിക്കും വീടിൻ്റെ ഒരു ഫ്രണ്ട് ഫേസ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ആ ഒരു എലിവേഷന് നന്നായിട്ട് ഭംഗി നൽകുന്നുണ്ട്. നമ്മൾ വീട്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് കോമൺ ഏരിയ, ലിവിങ് സ്പേസ് ആൻഡ് ഡൈനിങ്, കിച്ചൺ, ഇതെല്ലാം വളരെ ഓപ്പൺ കോൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ശരിക്കും ഒരു വീടിന് എൻ്റർ ചെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ഡെപ്ത് ഫീൽ ചെയ്യിക്കുന്നുണ്ട്. കോവോ ചെയ്യുന്ന പല പ്രൊജക്റ്റുകളും വളരെ മിനിമലൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പ്രൊജക്റ്റും ചെയ്തിട്ടുള്ളത്. ബട്ട് അതിൽ നിന്നൊരു ഡിഫറെൻ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു കോസി ഫീലിലേക്കാണ് നമ്മൾ ഈ കംപ്ലീറ്റ് പ്രൊജക്റ്റിനെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരിക്കും ഇതിൽ ഉപയോഗിക്കുന്ന ഓരോ എലമെൻറ്റും അതേപോലെ തന്നെ കളേഴ്സും എല്ലാം നമ്മൾ അതിനെ അറ്റാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു രീതിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മൾ വീട്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഫോർമൽ ലിവിങ്ങിന് മാത്രമാണ് ഒരു പ്രൈവസി കൊടുത്തിട്ടുള്ളത്. ഇതെന്തിനാന്ന് വെച്ചാൽ ശരിക്കും ഫാമിലി ഗാദറിങ് സ്പേസുകളാണ് എപ്പോഴും ഫാമിലി ലിവിങ് ആൻഡ് ഡൈനിങ് കിച്ചൺ എന്ന് പറയുന്നത്. അവിടെ ഒരു ഗസ്റ്റ് വരുമ്പം ശരിക്കും അതിനൊരു ചെറിയൊരു പ്രൈവസി കിട്ടേണ്ടത് കൊണ്ട് അതിനെ വളരെ മിനിമലായിട്ടുള്ളൊരു പ്രൈവസി കൊടുത്തിട്ട് ബാക്കിയെല്ലാം വളരെ ഓപ്പൺ കോൺസെപ്റ്റിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ഫ്രീനെസ് ശരിക്കും നമുക്ക് ഈ വീട്ടിൽ വരുമ്പം കിട്ടുന്നുണ്ട്. അതുപോലെ ഈ കോമൺ സ്പേസിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് നമ്മളൊരു പ്രൈവറ്റ് യാർഡ് ഈ പ്രൊജക്റ്റിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് അധികം ഉപയോഗങ്ങൾ അതിനുണ്ട്. ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു ലോങ് വിൻഡോ നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീടിൻ്റെ ഇൻസൈഡിൽ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ കേർട്ടൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഇൻസൈഡിലുള്ള പോലെ തന്നെ നമുക്ക് ആ ഏരിയ ഫീൽ ചെയ്യുന്ന രൂപത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ചെറിയ നമ്മൾ വീട്ടിലുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് അവർക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ട് സ്പേസ് ഉപയോഗപ്പെടുത്താം. അതേപോലെ നമ്മളൊരു ഫാമിലി ഗാദറിങ് ഇങ്ങനത്തെ സ്പേസൊക്കെ ആയിട്ട് നമുക്കിതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു യാർഡ് നമ്മൾ അലൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കുറച്ച് പാവിങ് ഗ്രാസ്, അതേപോലെ തന്നെ സ്റ്റോണ്, അതുപോലെ തന്നെ RR ക്ലാഡിങ് പോലത്തെ കുറച്ച് മെറ്റീരിയലുകൾ കൊണ്ടാണ് ശരിക്കും ഈ യാർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ശരിക്കും ബെഡ്റൂമിൻ്റെ കേസിൽ വളരെ മിനിമലൈസ് ചെയ്തിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണെങ്കിൽ പോലും അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പേസ് മാനേജ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ബെഡ്റൂമിൻ്റെ സ്പേസിലേക്ക് വരുമ്പം അവിടെ കോട്ട് ആൻഡ് സൈഡ് ടേബിൾ മാത്രമാണ് അലൈൻ ചെയ്തിട്ടുള്ളത്. വാർഡ്രോബിനെ സെപ്പറേറ്റ് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു ബെഡ്റൂമിൻ്റെ സൈസിനെ ഭയങ്കര നല്ല സ്പേസ് ആയിട്ട് ഇതിനെ തോന്നിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് തീമിലാണ് എല്ലാ ബെഡ്റൂമുകളും ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു മിനിമലിസ്റ്റിക് ആൻഡ് ഒരു കോസി ഫീലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും ബെഡ്റൂമുകളൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിനെ നീറ്റായിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോവോ ശ്രദ്ധിക്കാറുണ്ട്. കോവോ പല രീതിയിലും പല കോൺസെപ്റ്റിലും വീട് ചെയ്യാറുണ്ട്. ശരിക്കും ഇവിടെ ഒരു കോണ്ടംപററി കോൺസെപ്റ്റിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കോവോയുടെ പല ടൈപ്പ് ഓഫ് പ്രൊജക്റ്റുകളിൽ ഫ്യൂഷൻ ആൻഡ് കൊളോണിയൽ ഒരുപാട് കോൺസെപ്റ്റുകൾ ചെയ്യാറുണ്ട്. ഇത് ശരിക്കും ഒരു കോണ്ടംപററി കോൺസെപ്റ്റിലാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ശരിക്കും മലപ്പുറം മക്കരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കോവോ ചെയ്ത പ്രൊജക്റ്റുകളിലെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊജക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.